കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറിയതിന് തൊട്ടടുത്ത ദിവസമാണ്, ഒക്ടോബർ 8 മുതലാണ് ഹിസ്ബുള്ള ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇസ്രായേൽ ആകട്ടെ അവരുടെ പ്രധാനപ്പെട്ട നേതൃനിര മൊത്തം ഹസൻ നസ്രള്ള ഉൾപ്പെടെ എല്ലാവരും ഇതിനോടൊപ്പം തന്നെ വധിച്ചു കഴിഞ്ഞു. ഇപ്പുറത്ത് ഹമാസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ എന്ന് ചോദിക്കുമ്പോൾ ഗാസയല്ല ലെബനൻ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ലെബനൻ ഒരു രാജ്യമാണ്. ശരിക്കും തീവ്രവാദികൾക്കെതിരെയാണ് യുദ്ധം നടത്തുന്നതെങ്കിൽ പോലും അതൊരു രാജ്യത്തിന് നേരെയാക്കി വെക്കാൻ ഈ തീവ്രവാദ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലെബനനിലെ സർക്കാരിനെ വെറും പാവ സർക്കാരാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ഹിസ്ബുള്ള ഭരണം പണ്ട് നടത്തിയിരുന്നതും ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇത്തരമൊരു ഉടമ്പടിയിൽ ഏർപ്പെടാതെ വേറെ തരമില്ല. മാത്രമല്ല, ഇവർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന തീവ്രവാദികളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഇറാനെ പാഠം പഠിപ്പിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം കൂടിയാണ് ഇത്. തൽക്കാലം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, അവരുടെ സൈന്യത്തെ എല്ലാം തന്നെ ഒരുപക്ഷെ നാളെ യുദ്ധം ഉണ്ടായാൽ ഇറാനെതിരെ പ്രയോഗിക്കാം എന്ന് നെതന്യാഹുവിന് ആത്മവിശ്വാസമുണ്ട്. ഇറാൻ ഇക്കാര്യത്തിൽ വല്ലാത്ത ഭയവുമുണ്ട്. പക്ഷേ ഇറാൻ ആകട്ടെ ഇക്കാര്യത്തിലൊന്നും തന്നെ ഇടപെടാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീവ്രവാദികൾക്കൊന്നും തന്നെ ഇപ്പോൾ ഇറാനിൽ നിന്ന് ആയുധമോ പണമോ മറ്റെന്തെങ്കിലും സഹായങ്ങളോ ലഭിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു തീരുമാനം. അതേസമയം നെതന്യാഹുവിന്റെ അപ്രമാദിത്വം ഇല്ലാതാവുകയാണ്, അത് അമേരിക്കയ്ക്ക് കീഴടങ്ങുകയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ എതിരാളികളുടെ ആരോപണം കൂടുതൽ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ വരുന്ന 60 ദിനങ്ങൾ ഏറെ നിർണായകം തന്നെയാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇറാനും.